ഒരിക്കൽ ഒരു സ്വാമിയും ശിഷ്യന്മാരും അവരുടെ ആശ്രമത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് നടക്കുന്നതിനിടെ ഒരു പുഴ കടക്കുവാനിടയായി. പുഴയുടെ സമീപമെത്തിയപ്പോൾ ഒരു സ്ത്രീ പുഴ കടക്കുവാൻ കഴിയാതെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാമി ആ സ്ത്രീയെ എടുത്ത് അക്കരെ കടത്തി. സ്ത്രീയുടെ വഴിക്ക് നടന്നുപോയി. സ്വാമിയും ശിഷ്യന്മാരും അവരുടെ വഴിക്ക് കടന്നുപോയി. 2 ദിവസത്തിന് ശേഷം ഒരു ശിഷ്യൻ സ്വാമിയെ സമീപിച്ച് ചോദിച്ചു, സ്വാമി, അന്ന് അങ്ങ് ചെയ്തത് തെറ്റല്ലേ? അങ്ങ് ആ സ്ത്രീയെ എടുക്കുവാൻ പാടുണ്ടായിരുന്നു. നമ്മൾ സ്വാമിമാരല്ലേ? നമ്മൾക്ക് സ്ത്രീകൾ അന്യരല്ലേ? അപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ശിഷ്യ, ഞാനാ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. കാരണം ഞാൻ ആ സ്ത്രീയെ എടുത്ത് അക്കരെ കടത്തി. അവരവരുടെ വഴിക്ക് നടന്നുപോയി, നമ്മൾ നമ്മുടെ വഴിക്കും. 2 ദിവസമായിട്ടും ഇപ്പോഴും നീ ആ സ്ത്രീയെ ചുമക്കുന്നുവെങ്കിൽ നീയാണ് തെറ്റുകാരൻ. സത്യത്തിൽ ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മളും ആ ശിഷ്യനെ പോലെയല്ലേ? അനാവശ്യ കാര്യങ്ങളെ ചിന്തിച്ചു കൂട്ടിയും മറ്റുള്ളവരോടുള്ള ക്രോധവും വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്ന് അവരോട് ആ രീതിയിൽ ഇടപെടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല അസുഖങ്ങൾക്കും അടിമപ്പെടുകയും ഉറക്കമില്ലാത്തവരായി മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അവർ സത്യത്തിൽ ഇത് അറിയുന്ന പോലുമില്ല എന്നതാണ് സത്യം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിത്യേന നമുക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങളെ മാത്രം മനസ്സിൽ സ്വാംശീകരിച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങളെയും അല്ലെങ്കിൽ വേണ്ടാത്തവയും നമ്മൾ വിട്ടുകളയുകയാണെങ്കിൽ നമുക്കും നല്ല മനസ്സിനുടമകളായി മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ കഴിയും. അതോടെ നാമും ഒരു നല്ല മനുഷ്യനായി മാറും. നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് നൽകുന്നത് അത് മാത്രമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. ഓർക്കുക, നാം എന്താണോ മറ്റുള്ളവർക്ക് നൽകുന്നത് അത് മാത്രമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ.